നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നാപ്കിൻ കൊടുത്തു വിടാറില്ലേ? അപ്പോൾ ആ നാപ്കിൻ നമ്മുടെ വീട്ടിലുള്ള ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ച് നമുക്ക് അങ്ങ് ഉണ്ടാക്കി നോക്കിയാലോ? ഇതെൻ്റെ കുർത്തി തയ്ച്ചിട്ട് ബാക്കി വന്ന മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന മെറ്റീരിയൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇതേ ഒരു 13 ഇഞ്ച് വീതിയും ഒരു 17 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ ഞാനത് വെട്ടിയൊന്നും കളയുന്നില്ല, ഏകദേശം ആ ഒരു നീളത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് അത്രയും നല്ല ക്ലോത്താണ്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല വശമല്ലേ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നത്, അപ്പോൾ ആ നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ആക്കി ഇടാം, ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് അങ്ങ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു തേരുള്ള വശമായതുകൊണ്ട് ഇത്തിരി കൂടി സേഫാണ്. അപ്പോൾ നൂലൊന്നും ഇളകി പോയിട്ട് അങ്ങനെ നാശമാവില്ല. അപ്പോൾ നമ്മളത് രണ്ടും കൂടിയിട്ടത് അടിച്ചു കൊടുത്തു വിട്ടു. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജോയിൻ ചെയ്ത സ്ഥലം ഇതേപോലെ അയൺ ചെയ്യുക. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അവിടെ ഇങ്ങനെ അടിപ്പുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് ഇനി അതിൻ്റെ രണ്ട് സ്ഥലത്തും പതിച്ചങ്ങ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നല്ല രീതിയിൽ തന്നെ പതിച്ച് അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോൾ കെട്ടിട്ടിട്ട് വേണം തുടങ്ങാനും കെട്ടിട്ടിട്ട് വേണം അവസാനിപ്പിക്കാനും, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ 4 വശം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആദ്യം ഒരു ഫോൾഡ് ചെയ്തു, പിന്നെ ഒരു ഫോൾഡ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു ഫോൾഡ് ചെയ്തിട്ട് അത് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ 4 വശവും അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അടിക്കാൻ നോക്കണം. എന്നിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ടൈലറിങ് അറിയണ ആൾക്കാർക്ക് ഇതൊക്കെ നല്ല ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ ഇതേപോലെ പല കഷ്ണങ്ങൾ ജോയിൻ ചെയ്ത് നമുക്ക് പല പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ.